ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ഒരു കുഞ്ഞ് സ്പെഷ്യൽ വ്ലോഗുമായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഫാമിലിയിലേക്ക് ഇതാ ഒരു കുഞ്ഞ് അതിഥിയും കൂടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ ദ്രോണക്കുട്ടന് കൂട്ടായിട്ട് ബേബി ഗേളാണ്. ചെറിയൊരു ന്യൂ ബോൺ ഫോട്ടോഷൂട്ടിലൂടെ നമ്മുടെ ഈ ഒരു കുഞ്ഞാവെ എല്ലാവർക്കും ഒന്ന് പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചു. എൻ്റെ ഈ ഡെലിവറിയും കാര്യങ്ങളൊക്കെ നടന്നത് കോട്ടയം കാരിത്താസ് മാതാ ഹോസ്പിറ്റലിൽ വെച്ചായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നമുക്കിതുപോലെ ന്യൂ ബോൺ ഫോട്ടോഷൂട്ടും അതെല്ലാം അവർ തന്നെ നമുക്ക് അറേഞ്ച് ചെയ്ത് തരും. അപ്പോൾ അങ്ങനെ നമ്മളെടുത്താണ്. അപ്പോൾ ഈ ഒരു ഫോട്ടോഷൂട്ട് നടക്കുന്നത് ബേബി ഉണ്ടായതിൻ്റെ സെക്കൻഡ് ഡേയിലാണ്. അപ്പോൾ നമ്മുടെ ഹെൽത്ത് ഓക്കെ അല്ലാത്ത കാരണം കുഞ്ഞിൻ്റെ മാത്രം വെച്ചൊരു ചെറിയൊരു ന്യൂ ബോൺ ഫോട്ടോഷൂട്ടാണ് നടക്കുന്നത്. അതിനായിട്ട് വേണ്ട എല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കുഞ്ഞല്ലേ, അവൾ കരയുമോ അല്ലെങ്കിൽ അവളെ നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അതേ നമ്മുടെ ബേബി നല്ല ഉറക്കത്തിലായിരുന്നു. ആ ഒരു സമയം കൊണ്ട് പെയ്യെ അവളുടെ ഡ്രസ്സൊക്കെ മാറ്റി അവളെ സെറ്റ് ചെയ്യാനായിട്ട് നോക്കുകയാണ് കേട്ടോ. അത് ഇടയ്ക്ക് നല്ല കരച്ചിലാണ്. പിന്നെ കുട്ടി കൂളാക്കി പിന്നെ നമുക്ക് വേണ്ട ഫോട്ടോയ്ക്ക് വേണ്ട കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് അങ്ങനെ കേട്ടോ. ഈ സമയത്തൊക്കെ ഇങ്ങനെ വലിച്ച് മുറുക്കുമ്പോഴൊക്കെ എനിക്ക് ടെൻഷനായിരുന്നു. അയ്യോ കരയുമോ അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ ആളിപ്പോൾ ഓക്കെയാണ്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ പിന്നെയും കരയും. പിന്നെ ഇത്ര ദിവസമല്ലേ ആയുള്ളൂ. അപ്പോൾ അതിൻ്റേതായിട്ട് എന്നാലും നമ്മൾ പ്രതീക്ഷിച്ചതിലും നമ്മളുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് തന്നെന്നുള്ളതാണ്. ഇതിൻ്റെ കാര്യമാണ്. നല്ല രസമായിരുന്നു. അവളെയാണ് ഇത് ചെയ്ത് കഴിയുമ്പോൾ ഉറക്കത്തിലായിരിക്കും. ചിലപ്പോൾ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് കഴിയുമ്പോൾ ഇവിടെ എന്താ നടക്കുന്നതെന്നുള്ളൊരു ഭാവത്തിലായിരുന്നു. ഇടയ്ക്ക് വായിക്കോട്ടെ നല്ല ക്യൂട്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. അപ്പോൾ നമുക്കിനി ഫോട്ടോഷൂട്ടൊക്കെ കാണാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടിയ ഔട്ട്പുട്ട്, നമ്മുടെ ഫോട്ടോസ്, കുഞ്ഞിൻ്റെ ഫോട്ടോസും എല്ലാം കാണാം. ആരും സ്കിപ്പ് ചെയ്യാതെ കാണുക. പിന്നെ നമ്മുടെ ദ്രോണക്കുട്ടൻ നല്ല ഉറക്കമായിരുന്നു. ഉറക്കമൊക്കെ എണീറ്റ് വന്നു കഴിഞ്ഞപ്പോൾ ആശാൻ എന്താണെന്നറിയില്ല ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് ബേബിനെയൊക്കെ ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ ആ ചേച്ചിയോട് കുറേ സംശയങ്ങളൊക്കെ ചോദിച്ച് ലാസ്റ്റിൽ ബേബിയെ കൈ കൊടുക്കണം, ബേബി ഫോട്ടോ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഫോട്ടോ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് ഈ ഷൂട്ട് ചെയ്യുന്നതൊക്കെ കാണാം. അവൾ നല്ല രീതിയിൽ പോസ് ചെയ്തൊക്കെ കൊടുക്കുന്നുണ്ട്. നമ്മൾ പ്രതീക്ഷിച്ചതിൻ്റെ അത്രയും വലിയ പ്രശ്നമോ വല്ല വഴക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. നല്ലൊരു ക്യൂട്ട് മൊമെൻ്റ് ആയിരുന്നു കേട്ടോ. നമുക്ക് കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ മനസ്സിൽ ഭയങ്കര സന്തോഷമായിരുന്നു. ഞാൻ ടെൻഷൻ അടിച്ചതിൻ്റെ അത്രയൊന്നും പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇടയ്ക്ക് കരയുമ്പോൾ നമ്മൾ ഒന്നുകിൽ പാൽ കൊടുക്കും അല്ലെങ്കിൽ ഒന്ന് തട്ടി കൊടുക്കുമ്പോഴത്തേനും ആളൊക്കെ ആവും. അങ്ങനെയായിരുന്നു.
പിന്നെ ഈ ഒരു ടൈപ്പിലുള്ളത് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. കാരണം നമുക്കിങ്ങനെ ചേഞ്ച് ചെയ്ത് എടുക്കാനായിട്ട് എന്താ അതിനുള്ള ഡേയ്സ് ആയിട്ടില്ലല്ലോ കുഞ്ഞിന്. നമ്മുടെ ദ്രോണക്കുട്ടൻ കുറേ നേരം വെയിറ്റ് ചെയ്യും, ഇതെപ്പോൾ കഴിയും, കുഞ്ഞിനെ എപ്പോൾ കൈ കിട്ടി കുഞ്ഞ് ദ്രോണയുമായിട്ടുള്ള ഫോട്ടോ എടുക്കും. അങ്ങനെ നമ്മൾ പറഞ്ഞു വെച്ചിരിക്കുകയാണ്, ഡിസ്റ്റർബ് ചെയ്യല്ലേ, ബേബിയുടെ ഫോട്ടോ എടുത്തു കഴിഞ്ഞിട്ട് എന്താ ദ്രോണക്കുട്ടനുമായിട്ട് എടുക്കുമെന്നൊക്കെ പറഞ്ഞ് ആളെ സെറ്റ് ആക്കുകയാണ് കേട്ടോ. ആ ഒരു സമയം ആയപ്പോഴത്തേക്കിനും കുഞ്ഞിന് കുറച്ച് കരച്ചിലൊക്കെ ആയി വന്നായിരുന്നു. എന്നാലും ദ്രോണക്കുട്ടൻ ഡ്രസ്സ് പോലും മാറാൻ തയ്യാറല്ലായിരുന്നു. മാറിയൊന്നിടാൻ ആ ഒരു ഇതിൽ തന്നെ അവൻ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഇരിക്കുകയാണ്. കുട്ടനെ അവൻ ആ ഒരു ഫോട്ടോ എടുക്കുന്നതിൻ്റെ അല്ല, കൊച്ചിനെ കൈ കിട്ടുമല്ലോ കൈ കൊടുക്കുമല്ലോ എന്നുള്ള ആ ഒരു സന്തോഷമാണ് അവൻ്റെ ഫേസ് കാണാൻ പറ്റുന്നത്. ബേബി ആണെങ്കിലും ആ ഒരു ടൈമിലേക്ക് ഏകദേശം കരച്ചിലിൻ്റെ ഒക്കെ ആ ഒരു ഇതിലേക്ക് എത്തിയിരുന്നു. അത് കാരണം നമുക്ക് ഒരുപാട് നമ്മൾ പ്രതീക്ഷിച്ച പോലെ അവനുമായിട്ട് എടുക്കാൻ പറ്റിയില്ല. എന്നാലും ചെറിയ രീതിയിൽ നമുക്ക് 1-2 ഫോട്ടോസൊക്കെ കിട്ടിയുള്ളൂ കേട്ടോ. അതുപോലെ നമ്മൾ ബേബിയുടെ നെയിം പറഞ്ഞില്ലല്ലോ, ബേബിയുടെ നെയിം ദേത്രേ എന്നാണ്, ദേത്രേ കിഷോർ. പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇതുപോലെ ഒരു ഗിഫ്റ്റ് നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് തരും. ബേബിയുടെ നെയിമും ബേബിയുടെ ഫോട്ടോയും അന്നെടുത്ത ആ ഒരു ഫോട്ടോയൊക്കെ വെച്ച് കിട്ടിയ ഒരു ഗിഫ്റ്റാണിത്. അതിൽ എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്, കുഞ്ഞിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത്, നെയിം, ടൈം, അതുപോലെ വെയിറ്റ് എല്ലാം വെച്ച്. മെയ് 5, 2025 അതാണ് ബേബിയുടെ ഡേറ്റ് ഓഫ് ബർത്ത്. ഇനി നമുക്ക് നമ്മുടെ ഫോട്ടോസൊക്കെ കാണാം കേട്ടോ. അപ്പോൾ ഇനിയുള്ള യാത്രയിൽ ദേത്രക്കുട്ടി നമ്മുടെ കൂടെ ഉണ്ടാവും. പിന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല്. താങ്ക് യു.